എഴുത്തിനെയും വായനയും ഒരുപാട് സ്നേഹിക്കുന്ന കമൽ സർ, താങ്കളുടെ ചിത്രങ്ങളിലെ പാട്ടുകൾ തന്നെയാണ് പലയിടങ്ങളിലും സംസാരമായിട്ടുള്ളത്, ശ്രദ്ധേയമായിട്ടുള്ളത്. വിവേകാനന്ദൻ വൈറലാണ് എന്ന സിനിമയിൽ മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ബിജുബാലും ഹരിനാരായണനുമാണ് ഇതിൽ പാട്ടുകൾ ചെയ്തിട്ടുള്ളത്. 2 പാട്ടുകളേ ഉള്ളൂ. രണ്ടും നല്ല പാട്ടുകൾ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മെലഡിയുള്ള പാട്ടുകൾ തന്നെയാണ്. മെലഡി ഇല്ലാത്ത പാട്ടുകൾ എനിക്ക് പൊതുവേ അങ്ങനെ ഇഷ്ടമില്ല. അടിച്ചുപൊളി പാട്ടുകൾ വരുമ്പോൾ പോലും അതിൻ്റെ അകത്ത് മെലഡി വേണമെന്നാണ് ഞാൻ മ്യൂസിക് ഡയറക്ടേഴ്സും പറയാറ്. ആ രീതിയിൽ തന്നെയാണ് അത് ചെയ്യാറുള്ളത്. അപ്പോൾ മെലഡി എവിടെയെങ്കിലുമൊക്കെ മെലഡിയുടെ ടച്ച് പാട്ടുകളിൽ ഉണ്ടാവും. എന്നാൽ മാത്രമേ പാട്ട് കാലത്ത് അത് ജീവിച്ച് നിൽക്കുകയുള്ളൂ. കുറേ കാലം കഴിഞ്ഞ് പിന്നെ ആ പാട്ട് കേൾക്കാൻ നമുക്ക് എങ്കിലേ തോന്നുകയുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പ്രധാനമായിട്ട് എൻ്റെ സിനിമകളിലൂടെ പാട്ടുകളെ കുറിച്ച് കാണുന്നത്. ഈ മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ സാറിൻ്റെ സിനിമയിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന കമൽ സർ, ഇത്രയും നന്നായി എഴുതുന്ന കമൽ സർ, ഒരിക്കലെങ്കിലും സാറിൻ്റെ സിനിമയിൽ ഒരു ഗാനം താങ്കളുടെ രചനയിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്? സത്യത്തിൽ ഞാൻ ആദ്യകാലത്തൊക്കെ പാട്ട് എഴുതി നോക്കിയിട്ടുണ്ട്. എൻ്റെ സിനിമയിൽ തന്നെ ഗാനരേതാവ് വരുന്നതിനൊക്കെ മുമ്പ് തന്നെ ഞാൻ മ്യൂസിക് ഡയറക്ടറായിട്ട് ഇത് ട്യൂൺ വരുമ്പോൾ ഞാൻ അതിൻ്റെ ലിറിക്ക് എഴുതിയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടായിരുന്നു ലിറിക്ക് എഴുതുന്ന കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ എന്നെക്കാളും നന്നായിട്ട് എഴുതാൻ ഒരുപാട് പേര് ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ സിനിമയിൽ പാട്ട് എഴുതിയിട്ടുള്ളവരൊക്കെ എത്രയോ മനോഹരമായിട്ട് എന്നെക്കാളും നന്നായിട്ട് ഇത് ചെയ്യും. ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ് കമൽ സാറിൻ്റെ, എഴുതാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഗാനം? അല്ലേ, ആഗ്രഹമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, പാട്ട് എൻ്റെ പേരിൽ വരണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിട്ടില്ല. പക്ഷെ പലപ്പോഴും ഞാൻ അങ്ങനെ പറഞ്ഞൊരു ട്യൂണിൽ പോയിട്ട് സ്വന്തമായിട്ട് എഴുതിയിട്ട് അല്ല, അത് സ്വകാര്യതയാണ്. അത് കഴിഞ്ഞിട്ട് അത് എൻ്റെ ചുറ്റുകൂടി കളയും. അങ്ങനെ രീതിയിലേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് സിനിമയിൽ കൂടുതൽ ഇഷ്ടം തിരക്കഥ എഴുതാൻ തന്നെയാണ്. കാരണം അതെനിക്ക് കുറച്ചുകൂടി വഴങ്ങുമെന്ന് തോന്നുന്നൊരു ഒരു കാര്യമാണ്. സംവിധാനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ സ്വന്തമായിട്ട് എഴുതി സംവിധാനം ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് സിനിമയ്ക്ക് തിരക്കഥ എഴുതാനാണ് കുറച്ചും കൂടി എനിക്കിഷ്ടം. അവസരങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ സാർ, ഒരു അവസരം ചോദിച്ചു വരുന്ന ആളുടെ മുഖം പിന്നീട് എപ്പോഴെങ്കിലും ഓർക്കാനായിട്ട് സാർ അങ്ങനെ പുതിയൊരു അവസരം ചോദിച്ചു വരുന്നവരെ എങ്ങനെയാണ് അംഗീകരിക്കാറുള്ളത് അല്ലെങ്കിൽ കാണാറുള്ളത്? അവസരം ചോദിച്ചു വരുന്നവർ പണ്ട് മുതൽ തന്നെ ഞാൻ നോക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ വരുന്ന ആൾക്കാർ ജെനുവിനാണോ എന്നാണ് നോക്കുക. ജെനുവിൻ എന്ന് പറയുമ്പോൾ അവരുടെ സ്വഭാവമൊന്നുമല്ല ഞാൻ പറയുന്നത്. കാരണം അവർ സിനിമയിൽ എന്തെങ്കിലും ആകണമെന്ന് ആഗ്രഹിച്ചു വരുന്നത്, എല്ലാവരും അങ്ങനെ ആഗ്രഹിച്ചു വരുന്നവർ, എല്ലാവരും അഭിനയിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ അതൊരു എടുത്തു ചാടിയുള്ള പുറപ്പെടലായിട്ടാണ് പലപ്പോഴും ഇവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു. എൻ്റെ വീട്ടിൽ ഇന്നും ഇപ്പോൾ എല്ലാ ദിവസങ്ങളും മിക്കവാറും അഭിനയിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചാൻസ് ചോദിച്ചിട്ടുണ്ട്, എത്രയോ കൊല്ലമായിട്ട്. അതിൽ ജെനുവിനാണെന്ന് നമുക്ക് തോന്നുന്നത് അവരുടെ സംസാരം. ഒരു 10 മിനിറ്റ് അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവരുടെ പാഷൻ ജെനുവിനാണോ അതല്ല വെറുതെ ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് എന്നാൽ ഞാനും സിനിമയിൽ അഭിനയിച്ച് കളയാം എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരാണ് കൂടുതൽ. അവരെ ഞാനങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. അല്ലാതെ വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഒരിക്കൽ വന്ന ആൾക്കാരെ ഞാൻ മറക്കാറില്ല. ഒന്നുകിൽ അവരെ ഫോട്ടോ വാങ്ങിച്ചു വെക്കുക, അല്ലെങ്കിൽ അവരുടെ നമ്പർ വാങ്ങിച്ചിട്ട് ഞാൻ പലരെയും അങ്ങോട്ട് വിളിച്ച് അവർക്ക് അവസരം കൊടുത്ത സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാൽ കുറേ അനുഭവം കൊണ്ട് നമുക്ക് മനസ്സിലാവും.